ഓഡിബിൾ ആണോ? ഹലോ, സ്ക്രീൻ ഷെയർഡ് ആണോ? യെസ് മാം. ഗുഡ് ഈവനിങ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ BC ലേഔട്ട് പ്രിപ്പറേഷൻ ആണ് കഴിഞ്ഞ 2 ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തത്. അതായത് ഒരു ഫ്ലോർ പ്ലാൻ കിട്ടി, അതിൽ നിന്ന് ബീം കോളം ലേഔട്ട്, ബീം ലേഔട്ട്, ഇതിപ്പം കോളം ഇല്ല, ബീം ലേഔട്ട് പ്രിപ്പയർ ചെയ്തു. അതിൽ നിന്ന് ആർക്കിടെക്ചറിന് കൊടുക്കാൻ വേണ്ടി അതിന്റെ കോളംസ് എല്ലാം പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ എല്ലാം വെച്ചതിന് ശേഷം ആർക്കിടെക്ചറിന് അപ്രൂവലിന് വേണ്ടിയിട്ട് ബീംസിന്റെയും കോളത്തിന്റെയും പൊസിഷൻസ് ഓക്കെ ആണോ, എല്ലാത്തിന്റെ അലൈൻമെന്റ് ഓക്കെ ആണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ബീം കോളം BC ലേഔട്ട് പ്രിപ്പയർ ചെയ്തു. ഓക്കെ, അതിൽ നിന്ന് നമ്മൾ എങ്ങനെ BC ലേഔട്ട് വരച്ച സെൻട്രൽ ലൈൻ വെച്ചിട്ട് മൾട്ടി ലൈൻ കമാൻഡ് വെച്ചിട്ട് സെൻട്രൽ ലൈൻ വിത്ത് സെൻട്രൽ ലൈൻ വെച്ചാണ് വരച്ചത്. സെൻട്രൽ ലൈൻ എന്തിനാണ്? നമുക്ക് ETABS മോഡലിംഗിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെൻട്രൽ ലൈൻ കൂടി ഇൻക്ലൂഡ് ചെയ്ത് വരച്ചത്. M ലൈൻ എന്ന കമാൻഡിന്റെ ഹെൽപ്പോട് കൂടി. ഓക്കെ, മൾട്ടി ലൈൻ കമാൻഡിന്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ ആ ഒരു BC ലേഔട്ട് കംപ്ലീറ്റ് ചെയ്ത് എടുത്തത്. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ബീംസിന്റെ ലൈൻസ് ഇതെല്ലാം എക്സ്ട്രാക്ട് ചെയ്യുന്നതും അതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. യെല്ലോ കളർ ലൈൻസ് എക്സ്ട്രാക്ട് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്തു. ഞാൻ ജസ്റ്റ് ഒന്നുകൂടി കാണിച്ചു തരാം എക്സ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്. ഓക്കെ, ഇതിപ്പം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് ഇതിപ്പോ നിങ്ങൾ ഇവിടെ മേളിലെ ബീംസ് എല്ലാം വരച്ചു കഴിഞ്ഞു. ഇതിൽ നിന്ന് ഒരു M ലൈൻ ഇതിപ്പോ സെലക്ട് ചെയ്യുമ്പോൾ പ്രോപ്പർട്ടി, ഇതാണ് പ്രോപ്പർട്ടി ബോക്സ്. പ്രോപ്പർട്ടി ബോക്സിൽ ഇവിടെ നിങ്ങൾക്ക് അതിന്റെ പ്രോപ്പർട്ടി കാണാൻ പറ്റും. ഇത് M ലൈൻ എന്നൊരു കമാൻഡ് നിൽക്കുന്നത്. അതായത് നമുക്ക് M ലൈൻ ഉള്ളതാണ് ബീം നമ്മൾ വരച്ചത് വിത്ത് സെൻട്രൽ ലൈൻ. അപ്പൊ അത് മാത്രം നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യണം. അപ്പൊ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് സെലക്ട് സിമിലർ കൊടുത്തു, ഒരെണ്ണം സെലക്ട് ചെയ്ത് സെലക്ട് സിമിലർ കൊടുത്തു, അതിന്റെ ഒരു കോപ്പി എടുത്തു. അപ്പം M ലൈൻ അപ്പോൾ M ലൈൻ വെച്ചിട്ടുള്ള പ്രോപ്പർട്ടി ഉള്ള ലൈൻസ് ആയിരിക്കും അത് ഹൈലൈറ്റ് ചെയ്ത് സെലക്ടഡ് ആയിട്ട് ഇരിക്കുന്നത്. അത് കോപ്പി എടുത്ത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇതിപ്പോ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിത് ഒരൊറ്റ യൂണിറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ഇവിടെ കണ്ടോ, ഒരൊറ്റ യൂണിറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നമുക്കിത് സെപ്പറേറ്റ് വേണം. സെൻട്രൽ ലൈൻ ഈ യെല്ലോ കളർ ലൈൻസ് മാത്രമായിട്ട് വേണം, പിന്നെ ബീംസ് മാത്രമായിട്ട് വേറെ വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഫുൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക, എക്സ്പ്ലോഡ് കമാൻഡ് കൊടുക്കുക, എക്സ്പ്ലോഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇനി യെല്ലോ കളർ ലൈൻസ് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ക്വിക്ക് സെലക്ട് എന്ന് പറഞ്ഞൊരു കമാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്വിക്ക് സെലക്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഇന്ന പ്രോപ്പർട്ടി ഉള്ള ഒരു ലൈൻസോ അല്ലെങ്കിൽ ടെക്സ്റ്റോ എന്തോ ആയിക്കോട്ടെ, ഓട്ടോക്കാറ്റിലുള്ള എന്തോ ആയിക്കോട്ടെ, അത് നമുക്ക് ഫിൽട്ടർ ഔട്ട് ചെയ്ത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്വിക്ക് സെലക്ട് എന്ന് പറഞ്ഞ കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫുൾ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇത് എനിക്ക് യെല്ലോ കളർ ലൈൻസ് വേണം. ഇതിപ്പോ ചെറിയ പ്രൊജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഓരോന്നോരോന്ന് പിക്ക് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷെ വലിയ പ്രൊജക്റ്റ് ഒക്കെ ആണെങ്കിൽ ഒത്തിരി ഫ്ലോർ പ്ലാൻ, ഒത്തിരി റൂംസും ഇതൊക്കെയുള്ള അപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഉള്ള ഒരു ബിൽഡിംഗ് ആണെങ്കിൽ അത് ഓരോന്ന് പിക്ക് ചെയ്തെടുക്കാൻ പാടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ക്വിക്ക് സെലക്ട് എന്ന കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുക. അതായത് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം എൻ്റെ ഫ്ലോർ പ്ലാൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് കീബോർഡിൽ QSE എന്ന് പറയുമ്പോൾ തന്നെ ഈ കമാൻഡ് വന്നു. അത് സെലക്ട് ചെയ്യുക. നമുക്ക് യെല്ലോ കളർ ലൈൻസ് മാത്രമാണ് എക്സ്ട്രാക്ട് ചെയ്ത് മാറ്റി വെക്കേണ്ടത്. അപ്പം ഇതിൽ ലൈൻ കറന്റ് സെലക്ഷൻ ആണ്, അപ്ലൈ ടു കറന്റ് സെലക്ഷൻ, അല്ലെങ്കിൽ എൻ്റെ ഡ്രോയിങ് കൊടുക്കുക, അങ്ങനെ ചെയ്യാം. ഇതിപ്പോ സെലക്ട് ചെയ്തത് കൊണ്ടാണ് അത് കറന്റ് സെലക്ഷൻ എന്നുള്ള രീതിയിൽ വന്നത്, കമാൻഡിലേക്ക് വന്നത്. ഒബ്ജക്റ്റ് ടൈപ്പ് എന്താണ് വേണ്ടത്? നമുക്ക് ലൈൻ ആണ്. കറന്റ് സെലക്ഷനിൽ ലൈൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പൊ ലൈൻസ് ആണ് നമുക്കത് മാറ്റേണ്ടത്. ലൈൻ പ്രോപ്പർട്ടി ആണുള്ളതാണ്. എന്ത് കളർ? യെല്ലോ കളറാണ് വേണ്ടത്. അപ്പൊ ലെയർ ഇതിപ്പം വേറെ ലെയർ 0 ലെയറിലുള്ള ലൈൻസ് ആണ് നമുക്ക് വേണമെങ്കിൽ ലെയർ എടുത്തിട്ട് 0 സെലക്ട് ചെയ്ത് അങ്ങനെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. ഇതിപ്പം ലെയറിലൊന്നും അല്ല ഞാൻ എടുത്തത്, ലെയർ ജസ്റ്റ് കളർ മാത്രം, യെല്ലോ കളർ ലൈൻസ് മാത്രം മാറ്റിയാൽ മതി. കളർ പ്രോപ്പർട്ടി സെലക്ട് ചെയ്തിട്ട് കളർ ഏതാണെന്ന് സെലക്ട് ചെയ്യുക. ഇതിപ്പോ യെല്ലോ കളർ മാത്രമേ ഉള്ളൂ, അപ്പൊ യെല്ലോ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ വൈറ്റ് കളർ ബീംസ് മാത്രമാണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതിപ്പോ യെല്ലോ സെൻട്രൽ ലൈൻ മാത്രമാണ് നമുക്ക് വേണ്ടത്. യെല്ലോ എടുത്തു, ഓക്കെ കൊടുത്തു. ഇപ്പൊ സെലക്ടഡ് ആയിട്ടിരിക്കുന്നത് സെൻട്രൽ ലൈൻ മാത്രമാണ്. ഓക്കെ, ഇനി ഇതിന് മൂവ് ചെയ്ത് മാറ്റി അപ്പുറത്തെ സൈഡിലേക്ക് വെക്കാം. എന്റർ, ഏതെങ്കിലും ബേസ് പോയിന്റ് പിക്ക് ചെയ്യാം, എന്നിട്ട് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് വെക്കാം. ഓക്കെ, ഇനിയിപ്പോ നമ്മുടെ കയ്യിലിരിക്കുന്നത് ETABSന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, നമ്മൾ ഇത് ഇപ്പൊ ലൈൻ ഡയഗ്രാംസ് എന്താണ്
അനലറ്റിക്കൽ മോഡൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈൻ ഡയഗ്രാംസ് ഇപ്പോൾ ഈ CAD-ല് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അനലറ്റിക്കൽ മോഡലിന് വേണ്ടി നമ്മൾ ഈ ടാബ്സിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ചെയ്യുന്നത്. ഈ ഒരു ലൈൻസ് ഈ ടാബ്സിലേക്ക് ഇൻ ദ ഫോം ഓഫ് ബീം എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി എന്ന രീതിയിൽ നമ്മൾ അതിനെ ഈ ടാബ്സിലേക്ക് എക്സ്പോർട്ട് ചെയ്യും. കോളംസ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യില്ല. കോളംസ് യൂഷ്വലി നമ്മൾ ഈ ടാബ്സിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ ഇവിടെ റെഫർ ചെയ്ത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോളം ലേഔട്ട് അത് റെഫർ ചെയ്ത് കോളംസ് ജസ്റ്റ് പ്ലേസ് ചെയ്യാവുള്ളൂ. അത് ഒത്തിരി എളുപ്പമായതുകൊണ്ട് നമുക്ക് കോളം വിത്ത് ബീം ഈ ടാബ്സിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം. അതൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നുന്നത് ഈ ടാബ്സിൽ ചെന്നിട്ട് കോളം എടുത്ത് വെക്കാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ബീംസ് ആണ് ഫസ്റ്റ് സെറ്റ് ചെയ്യുന്നത്. അപ്പം ബീംസിന്റെ ലൈൻസ് ആണ് ഇത് റെപ്രസെന്റ്, ബീം ലൈൻസിനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് കുറച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. കഴിഞ്ഞ ക്ലാസ് ഞാൻ ജസ്റ്റ് ബ്രീഫായിട്ട് പറഞ്ഞിരുന്നു. അതായത് ഓവർലാപ്പ് ആവാൻ പാടില്ല. ബീം ഇപ്പൊ നമ്മളിത് സെലക്ട് ചെയ്യുമ്പോൾ ഇതിപ്പോ ഒറ്റ ലൈനായിട്ട് നിൽക്കുന്നു. ഓക്കെയാണ്. സപ്പോസ് ഇവിടെ ഒരു കോളം ഉണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ കോളം ലേഔട്ട്സ് പ്രിപ്പയർ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ കോളം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ജസ്റ്റ് ഞാൻ ഒരു കോളം ഇവിടെ ജസ്റ്റ് വരയ്ക്കുകയാണ്. ഓക്കെ, ഞാൻ ഒരു കോളം വരച്ചു. ഇപ്പൊ ഇതൊരു കോളം ടു കോളം ആണ് ഒരു ബീം എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് കോപ്പി എന്റർ. ഇവിടെ ഒരു കോളം വെച്ചു, ഇവിടെയും ഒരു കോളം വെച്ചു. ഓക്കെ, അപ്പം നിങ്ങൾക്കറിയാം ടൈപ്പ് ഓഫ് ബീംസ് നിങ്ങൾക്കറിയാം. സിംപ്ലി സപ്പോർട്ടഡ് ബീംസ്, കണ്ടിന്യൂസ് ബീം, അങ്ങനെ ടൈപ്പ് ഓഫ് ബീംസ് നിങ്ങൾക്കറിയാം. ഇതിപ്പോ കോളം ഞാൻ വെച്ചത് കറക്റ്റ് അല്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അത് അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു രീതിയിൽ വരച്ചത്. ശരിക്കും കോളം അലൈൻമെന്റും നമ്പേഴ്സും എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അതാണ് നമ്മൾ ബീം കോളനിയായിട്ട് അവരുടെ നമ്മൾ ബീം ആർക്കിടെക്ചറിന്റെ നമ്മൾ അപ്രൂവൽ വാങ്ങിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അല്ലെങ്കിൽ അപ്രൂവൽ വാങ്ങിക്കാൻ ലേറ്റ് ആവണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് പിന്നെ ഈ ടാബ്സിൽ ചെന്നിട്ട് എഡിറ്റ് ചെയ്യാം. എളുപ്പം ആയിട്ട് എഡിറ്റ് ചെയ്യാനും ഈ ടാബ്സിൽ പറ്റും. ഓക്കെ, അപ്പം കൺസെപ്റ്റ് ഇതാണ്. അതായത് നമുക്ക് അറിയാം ടൈപ്പ് ഓഫ് ബീംസ് അറിയാം. കണ്ടിന്യൂസ് ബീം, സിംപ്ലി സപ്പോർട്ടഡ് ബീം ആൻഡ് കാന്റിലിവർ ബീം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു തരാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ, ഇത് കണ്ടിന്യൂസ് ബീം എന്ന് പറയുന്നത് രണ്ട് കോളത്തിന്റെ ഇടയ്ക്ക് വരുന്ന സെക്കൻഡറി ബീംസ്. ഇതിന്റെ പ്രൈമറി ബീംസ് എന്നാ പറയുന്നത്. പ്രൈമറി ബീംസിന്റെ അടുത്തേക്ക് സെക്കൻഡറി ബീംസ് ആണ് വന്ന് കോയിൻസൈഡ് ചെയ്യുന്നത്. ഇത് സെക്കൻഡറി ബീംസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിനെ കണ്ടിന്യൂസ് ബീം എന്നാണ് പറയുന്നത്. ഓക്കെ, കണ്ടിന്യൂസ് ബീം എന്ന് പറഞ്ഞാൽ ഒരു സ്പാൻ, ലോങ്ങർ സ്പാൻ ബീമിന്റെ അകത്തേക്ക് സെക്കൻഡറി ബീംസ് എല്ലാം കോയിൻസൈഡ് ചെയ്ത് ബീംസ് ഇവിടെയാണ് ഈ ബീംസിന് വരുന്ന ലോഡ് ഇവിടെ ഇതിനെ അഫക്ട് ചെയ്യും. ഇങ്ങോട്ടേക്ക് വരുന്ന ബീംസിനെ അഫക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം നിങ്ങൾ അക്കാഡമിക്സിൽ പഠിക്കുന്നതാണ്. ഓക്കെ, പഠിക്കുന്നുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് അറിയാം അതിന്റെ ബിഹേവിയർ എങ്ങനെയാണ്. കണ്ടിന്യൂസ് ബീമിന്റെയും കാന്റിലിവർ ബീമിന്റെയും ഓവർഹാങ്ങിങ് ബീമിന്റെയും ബിഹേവിയർ എങ്ങനെയാണെന്ന് നിങ്ങൾ അക്കാഡമിക്സിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം മൊമെന്റ് എവിടെ കൂടുതൽ വരുന്നത്, സപ്പോർട്ടിലാണോ, എൻ കണ്ടീഷൻ, മിഡ് പോയിന്റിലാണോ, മിഡ് സ്പാനിലാണോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അതായത് ഇപ്പൊ ഇത് കണ്ടിന്യൂസ് ബീം ആണെങ്കിൽ ഇപ്പം മൊമെന്റ് വരുന്നത് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് ഹോഗിയും പിന്നെ സാഗിയും ഹോഗിയും അങ്ങനെയാണ് കണ്ടിന്യൂസ് ബീമിന്റെ മൊമെന്റ് ഡയഗ്രാം വരുന്നത് നിങ്ങൾക്ക് അറിയാം. ഈ സപ്പോർട്ട്സിലെല്ലാം ഹോഗിയും അങ്ങനെ. ഓക്കെ, ഇത് സിംപ്ലി സപ്പോർട്ടഡ് ബീം, ഇത് ഇതിനെ ഓവർ ഹാങ്ങിങ് ബീം എന്ന് പറയാം. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ. ഓവർ ഹാങ്ങിങ് ഇത്ര പെർട്ടിക്കുലർ ലെങ്ത് എന്നൊക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ, ഞാനിത് പറയാൻ കാരണം ഇപ്പം നമ്മൾ ഈ ടാബ്സിലേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ സപ്പോസ് ഇതിവിടെ ഒരു കണ്ടിന്യൂസ് ബീമാണ് വരുന്നതെങ്കിൽ ഞാൻ ഈ ബീമിനെ സെലക്ട് ചെയ്യുമ്പോൾ ഇതൊറ്റ ബീമായിട്ട് നിൽക്കാൻ പാടില്ല. ഓക്കെ, വേറെ വേറെ ബീംസ് ആയിട്ട് നിൽക്കാം. ഒന്നെങ്കിൽ നമുക്ക് ഈ ടാബ്സ് ഇവിടെ വെച്ചിട്ട് എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ടാബ്സിൽ എഡിറ്റ് ടൂൾ ഉണ്ട്, നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാം. അതായത് കോളം ടു കോളത്തിനെയാണ്, കോളം ടു കോളം കണക്ഷനെയാണ് ഒരു ബീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിനെ
ഈ ടാബ്സിലേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഒരൊറ്റ സിംഗിൾ ലൈനിനെ ബീമായിട്ട് അത് എടുക്കും. ഓക്കെ, അതായത് ഒരു ബീം ഉള്ളൂ എന്നർത്ഥം. പക്ഷെ ശരിക്കും ഇവിടെ എത്ര ബീം ഉണ്ട്? ഇതൊരു ബീമാണ് 1, ഇത് 2, കോളം 2, 3, 4 ബീംസ് ഉണ്ട്. അപ്പൊ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഒന്നെങ്കിൽ ഓട്ടോക്യാഡിൽ നമ്മൾ സെൻട്രൽ ലൈൻ എടുക്കാൻ നേരത്തെ സ്പ്ലിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ടാബ്സിൽ വെച്ച് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പം ഞാൻ ഇതിനെ ഒന്ന് ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യാണ്. അത് വേറെ വേറെ സെലക്ട് ആയിരിക്കണം, അത്രേ ഉള്ളൂ കൺസെപ്റ്റ്. ഓക്കെ, ഇപ്പം ഞാൻ ഒരു ശരിക്കും നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ നേരത്ത് ഇങ്ങനെ കോളംസ് ഒന്നും വേണമെന്നില്ല. കോളംസ് കൊടുക്കാം അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാം. നമ്മൾ കൊടുക്കാതിരിക്കുക ചെയ്യാറ്. എന്നിട്ട് ഈ ടാബ്സ് ചെന്നിട്ടാണ് കോളം പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇത് ഇതിപ്പം എക്സ്ട്രാക്ട് ചെയ്ത് മാറ്റി വെച്ചു, സെൻട്രൽ ലൈൻസ് മാറ്റി വെച്ചു. ഇനി സെൻട്രൽ ലൈൻ ചെക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അതായത് സെൻട്രൽ ലൈൻ ചെക്കിങ്ങിന് നമ്മൾ ഇത് സെലക്ട് ചെയ്യുമ്പോൾ ഈ ബീമും ഓവർലാപ്പ് ചെയ്ത് നിൽക്കാൻ പാടില്ല. അതായത് ഇതിപ്പം കുഴപ്പമില്ല, ഓവർലാപ്പ് ചെയ്തിട്ടില്ല. ഇപ്പൊ സപ്പോസ് ഇത് ഇങ്ങനെയാണ് വന്നിരുന്നെങ്കിൽ ഇത് ഓവർലാപ്പ് ആയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടോ? നമ്മൾ ലൈൻ പ്രോപ്പർലി എഡിറ്റ് ഒക്കെ ചെയ്തായിരുന്നു. പക്ഷെ എങ്കിൽ കൂടിയും നമ്മൾ ലാസ്റ്റ് സെൻട്രൽ ലൈൻസ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടേക്ക് ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ജോയിൻ ആവാതെ നിൽക്കുന്നുണ്ടോ? അപ്പൊ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ഇത് കുഴപ്പമില്ല, ഇങ്ങനെ പ്ലേസ് ചെയ്യാം, ഓട്ടോ ഓൺ ചെയ്ത് പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ മാക്സിമം ട്രിം ഓർ എക്സ്റ്റെൻഡ് കമാൻഡ് ടൂൾ വെച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മൾ മാനുവലി ഡ്രാഗ് ചെയ്യുമ്പം എവിടെയെങ്കിലും മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഇതും വേറെ വേറെ ബീമായിട്ട് മാറ്റണം, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടോ, സെയിം പ്രോപ്പർട്ടി ലൈൻ ഉള്ളത് ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പേർജ് എന്ന് പറഞ്ഞൊരു കമാൻഡ്, ഓവർകിൽ എന്ന് പറഞ്ഞൊരു കമാൻഡ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓവർകിൽ എന്ന് പറയുമ്പോൾ ഇത് ഫുൾ സെലക്ട് ചെയ്യാം. ഓക്കെ, സെലക്ട് ചെയ്തിട്ട് ഓവർകിൽ സെലക്ട് ചെയ്യുക. അതിൽ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഇഗ്നോർ ചെയ്യണം. ഇതിപ്പോ നമ്മൾ ഒന്ന് ഇഗ്നോർ ചെയ്യണം, എല്ലാം ഫുൾ ഒന്ന് ഓവർകിൽ ചെയ്യുന്നത്. ജസ്റ്റ് ഓക്കെ കൊടുക്കുക, അവിടെ പോകുന്നില്ല, അത് ഓക്കെ ആണെന്ന് അർത്ഥം. വേറെ ഒന്നും മിസ്മാച്ച് ഒന്നുമില്ല. ഓക്കെ, പിന്നെ എന്നിട്ട് നമ്മൾ ഇതിനെ ഈ സെൻട്രൽ ലൈൻ ഉള്ളതിനെ മാത്രം നമ്മൾ വേറൊരു ഡ്രോയിങ്ങിലേക്ക്, ഒരു ഫ്രഷ് ഡ്രോയിങ്ങിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യും. അതും നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതായത് ഇപ്പൊ ഞാൻ കോളംസ് തൽക്കാലം ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, ഇതിനെ മാത്രം സെലക്ട് ചെയ്യുക, ഫ്രഷ് ഡ്രോയിങ് എടുക്കുക, പേസ്റ്റ് ചെയ്യാം. Ctrl+C, Ctrl+V. അപ്പൊ ഇൻസേർഷൻ പോയിന്റ് ചോദിക്കും. ഞാൻ പറഞ്ഞു നമ്മളെപ്പോഴും ഒറിജിൻ, ഇപ്പൊ ഈ ഒരു ഡ്രോയിങ്ങിന്റെ ഒറിജിൻ ഇവിടെയാണ്. അപ്പൊ ഒറിജിൻ തന്നെ പ്ലേസ് ചെയ്യണം. അപ്പൊ നമ്മൾ 00 എൻ്റർ ചെയ്തു. പ്ലേസ് പോയിന്റ് എടുത്തു, 0 0. എന്നിട്ട് ഈ ഒരു ഡ്രോയിങ്ങിനെ നമ്മൾ ഈ ടാബ്സിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം. അപ്പൊ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഞാനൊരു ഡ്രോയിങ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒരു സെൻട്രൽ ലൈൻ മാത്രമുള്ള ഒരു ഡ്രോയിങ്. അപ്പൊ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചു. കറക്റ്റ് ഒറിജിനിൽ തന്നെ പ്ലേസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ ഡ്രോയിങ്ങിൽ വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ അതായത് നമ്മൾ ഫ്ലോർ വൈസ് ആയിട്ടാണ്. ഇപ്പം സപ്പോസ് G+2 ആണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, ഇതിനെല്ലാം ഫ്ലോർ പ്ലാൻ പ്രിപ്പയർ ചെയ്ത് അത് ഓരോ ഫ്ലോർ പ്ലാനും ഓരോ ഫയലായിരിക്കണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ സപ്പോസ് എല്ലാം വേറെ വേറെ ഫ്ലോർ പ്ലാൻ എടുക്കണം എന്ന്, ഇപ്പൊ സപ്പോസ് ആ ഒരു പ്ലാൻ സിമിലർ ആണെങ്കിൽ, സിമിലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ടാബ്സിൽ വെച്ച് എഡിറ്റ് ചെയ്യാവുന്നുള്ളൂ. അപ്പം നമുക്ക് ഒരു ഫ്ലോർ പ്ലാൻ മാത്രം മതി. ഇപ്പം സപ്പോസ് ഗ്രൗണ്ട് ഫ്ലോർ മാത്രം ഫുൾ ഓക്കെ ശരിയാക്കിയിട്ട് ഈ ടാബ്സിലേക്ക് ഗ്രൗണ്ട് ഫ്ലോറിനെ ഇമ്പോർട്ട് ചെയ്തിട്ട്, പിന്നെ ഫസ്റ്റ് ഫ്ലോറിനൊക്കെ നമുക്ക് വേണമെങ്കിൽ ആഡ് ഓർ ബീമോ ആഡ് അല്ലെങ്കിൽ ആഡ് ഓർ എഡിറ്റ്
തീം ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക, എഡിറ്റ് ചെയ്യാം. ഫസ്റ്റ് ഫ്ലോറിൽ ചെന്നിട്ട് സിമിലർ ആണെങ്കിൽ, സിമിലർ ഫ്ലോർ പ്ലാൻ ആണെങ്കിൽ, ഒത്തിരി ഡിഫറൻസ് ഉണ്ടെങ്കിൽ എന്തായാലും വേറെ വേറെ ഫ്ലോർ പ്ലാൻ സെൻട്രൽ ലൈൻ CAD വേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇത് സെറ്റ് ചെയ്തു. ഇപ്പം വേറെ ഒരു ഡ്രോയിങ്സ് ഒന്നും ഇല്ലാന്ന് എൻഷുർ ചെയ്യുക ഈ പെർട്ടിക്കുലർ ഡ്രോയിങ്ങില്. എന്നിട്ട് നമ്മൾ ഈ ടാബ്സിലേക്ക് എക്സ്പോർട്ട് ചെയ്യണം. അപ്പൊ അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഈ ടാബ്സ് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അതിന്റെ ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പൊ അതിൽ നമ്മൾ ഫസ്റ്റ് ഒരു ടെംപ്ലേറ്റ് ഒന്ന് ഒരു ഫ്രഷ് ടെംപ്ലേറ്റ് നമ്മളൊന്ന് ഇതിപ്പം ഒരു ഫ്രം ദ ബിഗിനിങ് ഒരു ഈ ടാബ്സ് ന്യൂ മോഡൽ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ നമുക്ക് അങ്ങനെ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാം. യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് ഗ്രിഡ് എല്ലാം സെറ്റ് ചെയ്ത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊരു ടെംപ്ലേറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ടെംപ്ലേറ്റ് മീൻസ് ഓൾറെഡി ബീംസും കോളംസും എല്ലാം നമ്മൾ പ്രോപ്പർട്ടിയും മെറ്റീരിയലും എല്ലാം ഡിഫൈൻ ചെയ്തു, സ്റ്റോറീസ് എല്ലാം ഡിഫൈൻ ചെയ്തു, ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ജസ്റ്റ് അതെടുക്കാവുന്നുള്ളൂ. ജസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നുള്ളൂ. പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുക അല്ലെങ്കിൽ അതിൽ നിന്ന് മാറ്റുക, ഡിലീറ്റ് ചെയ്യുക, അത്രയൊക്കെ ഉള്ളൂ. അതായത് ഒരു ടെംപ്ലേറ്റ്, ഒരു ഇടാബ്സ് ഫയൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ പ്രിപ്പയർ ചെയ്യാം, എല്ലാ പ്രൊജക്റ്റിനും യൂസ് ചെയ്യാന്നുള്ള രീതിയിൽ. അപ്പോൾ സോറി, അപ്പോൾ നമുക്ക് ഓരോ പ്രോജക്റ്റ് വരുമ്പോൾ ആ പ്രോജക്റ്റിനനുസരിച്ചിട്ട് നമുക്ക് പ്രോപ്പർട്ടി ഓൾറെഡി ഉണ്ടെങ്കിൽ പിന്നീട് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യണം എന്നൊന്നുമില്ല. മെറ്റീരിയൽ പ്രോപ്പർട്ടിയും സെക്ഷൻ പ്രോപ്പർട്ടി ഒന്നും ആദ്യമേ ഡിഫൈൻ ചെയ്ത് പോകണമെന്നില്ല. ഓൾറെഡി നമ്മൾ അതിലുണ്ട്, പിന്നെ എഡിറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഓൾറെഡി ഒരു ടെംപ്ലേറ്റ് ഫയല് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് അത് E2K ഫയലായിട്ടാണ്, ഫോർമാറ്റിലാണ് നമ്മളത് സേവ് ചെയ്യുന്നത്. ഒരു ടെംപ്ലേറ്റ് ഫയൽ എടുത്തിട്ട്, അതായത് ഒന്നുമില്ല, ഒരു ടാബ്സ് ഫസ്റ്റ് ഒരു ബ്ലാങ്ക് ടാബ്സ് ഓപ്പൺ ചെയ്യുക. അതില് പ്രോപ്പർട്ടീസ്, മെറ്റീരിയൽ പ്രോപ്പർട്ടീസ്, സെക്ഷൻ പ്രോപ്പർട്ടീസ് എല്ലാം ഡിഫൈൻ ചെയ്തിട്ട് ജസ്റ്റ് അത് സേവ് ആസ് ചെയ്ത് E2K ഫയൽ ഫോർമാറ്റിലേക്ക് ആക്കുക. അത്രേ ഉള്ളൂ ടെംപ്ലേറ്റ്. ഓക്കെ, അപ്പൊ അത് ഓൾറെഡി ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഫയൽ ഇമ്പോർട്ട് E2K ഫയൽ, ടെക്സ്റ്റ് ഫയൽ എന്ന ഫോർമാറ്റിലാണ് അത് ഇമ്പോർട്ട് ചെയ്തത്. അത് ജസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ബ്രൗസ് ചെയ്ത് അതിന്റെ ലൊക്കേഷൻ കാണിക്കും. ടെംപ്ലേറ്റ് സെറ്റ് എടുക്കുക. .set ഫയലാണ്. ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഓപ്പൺ ചെയ്യുമ്പം ഓൾറെഡി ഇതിൽ കുറച്ച് ഗ്രിഡും ഓർഡിനേറ്റ്സ് ഒക്കെ ഓൾറെഡി ഇതിൽ കാണും. നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഒരു ഫയല് ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഫയൽ അപ്പൊ ജസ്റ്റ് ടെംപ്ലേറ്റ് സെറ്റ് ചെയ്തു. ടെംപ്ലേറ്റ് സെറ്റ് ചെയ്ത് എങ്ങനെ മനസ്സിലാവും? എഡിറ്റ്, ഞാൻ ഇപ്പൊ ഇവിടെ സ്റ്റോറീസ് എല്ലാം ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി സ്റ്റോറീസ് എല്ലാം ക്രിയേറ്റഡ് ആണ്. ഓക്കെ, ഇപ്പൊ അതിനെ എഡിറ്റ് ചെയ്താൽ മതി നമ്മുടെ പ്രൊജക്റ്റ് അനുസരിച്ചിട്ട്. ഇപ്പൊ സപ്പോസ് ഇത് സിംഗിൾ സ്റ്റോറി, ഡബിൾ സ്റ്റോറി ബിൽഡിംഗ് ആണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. ഓക്കെ, ഞാനത് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഒരു പുതിയൊരു CAD ഫയൽ വേണം. പുതിയൊരു ബീം കോളം ലേഔട്ട് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു CAD ഫയലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യാൻ നേരത്ത് നിങ്ങൾ എൻഷുർ ചെയ്യാം വേറെ CAD ഫയൽ ഒന്നും ഓപ്പൺ ചെയ്യാൻ പാടില്ല. ജസ്റ്റ് BC ലേഔട്ടും മാത്രമേ പാടുള്ളൂ. ഓക്കെ, ഒരു ഫയൽ സെറ്റ് ചെയ്തു, ഓപ്പൺ ചെയ്ത് വെച്ചു. അതിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. പക്ഷേ ഇമ്പോർട്ട് ഫയൽ ടു ഫ്ലോർ പ്ലാൻ ആണ്. ഇത് DXF ഫോർമാറ്റ് ആണ്. നമ്മുടെ CAD DWG ഫോർമാറ്റ് ആണ് CAD എന്ന് പറയുന്നത്. ഓക്കെ, CAD ഡ്രോയിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ DXF ഫോർമാറ്റിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ DXF ഫോർമാറ്റിലേക്കാണ് ഫോർമാറ്റ് ആണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇമ്പോർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ അത് സേവ് ആസ് ചെയ്യണം. ഓക്കെ, DXF ഫോർമാറ്റ് ആക്കാനായിട്ട് അത് സേവ് ആസ് ചെയ്യണം. സേവ് ആസ് ചെയ്യുന്നത് എങ്ങനെയാ? ഫയൽ, സേവ് ആസ്, DXF ഫോർമാറ്റ് എടുക്കുക. ഓക്കെ, ഓൾറെഡി ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. അതിന് ഒരു പുതിയ പേര് കൊടുത്തിട്ട് സേവ് ചെയ്യും. ഓക്കെ, സേവ് ചെയ്യുക. എന്നിട്ട് ഇത് ജസ്റ്റ് ക്ലോസ് ചെയ്യുക. CAD ഡ്രോയിങ്ങും വേണമെങ്കിൽ നമുക്ക് അത് സേവ് ചെയ്യാം. ഇനി DWG ഫോർമാറ്റ്. ഓക്കെ,
അത് ക്ലോസ് ചെയ്തിട്ട് ഈ ടാബ്സ് ഓൺ ചെയ്യുക. ഈ ടാബ്സ് എടുക്കുക, ഫയൽ ഇമ്പോർട്ട് ചെയ്യണം. DX ഫോർമാറ്റ് ഫ്ലോർ പ്ലാൻ ആണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. അത് ഇമ്പോർട്ടിലെ ഫ്ലോർ പ്ലാൻ, ഫയൽ ഓഫ് ഫ്ലോർ പ്ലാൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ലൊക്കേഷൻ ഈ ടാബ്സ് 1 എന്ന് പറഞ്ഞ പേരിലാണ് ഞാൻ സേവ് ചെയ്തത്. അത് സെലക്ട് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. അപ്പം ഇങ്ങനെ കുറച്ച് ഇമ്പോർട്ട് ചെയ്യുന്നതിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം ചോദിക്കും. ഞാൻ പ്രോപ്പർട്ടീസ് ഒന്നും ഞാൻ ഡിഫൈൻ ചെയ്തിട്ടില്ല. 0 ലെയറിൽ തന്നെയാണ് ആ യെല്ലോ കളർ ലൈൻ വന്നിരിക്കുന്നത്. അപ്പം ബീംസ് ആണ് ഞാൻ ഇമ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബീംസ് മാത്രമേ ഞാൻ ഇമ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കോളംസും ഫ്ലോറും സ്ലാബ് ഓപ്പണിംഗും എല്ലാം ഞാൻ ഈ ടാബ്സിൽ വെച്ചിട്ടാണ് വർക്ക് ചെയ്യാൻ എടുക്കുന്നത്. ഓക്കെ, ബീംസ്, ബീം പ്രോപ്പർട്ടി ബൈ ഡിഫോൾട്ട് ഞാൻ പറഞ്ഞു. ഇത്രയും നമ്മൾ മെറ്റീരിയൽ സെക്ഷൻ പ്രോപ്പർട്ടി, ഡിഫറെന്റ് സെക്ഷൻസ്, ബീംസ് ആൻഡ് കോളം സെക്ഷൻസ്, അതായത് 2040 ബീംസ് ഉണ്ട്, 2045 ബീംസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെക്കാം. ടെംപ്ലേറ്റ് സെറ്റ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും നമുക്കത്. ഓക്കെ, ബീംസ് 2040 ബീംസ് എന്നുള്ള രീതിയിലാണ് അതിനെ ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ഇനി ഇതിൽ ഇമ്പോർട്ട് ചെയ്താൽ എല്ലാ ലൈൻസിനെയും റെപ്രസെന്റ് ചെയ്യുന്നത് 2040 ബീംസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കോളം ഉണ്ടായിരുന്നെങ്കിൽ കോളം ഞാൻ 2040 കോളം, പിന്നെ ഫ്ലോർ ഉണ്ടായിരുന്നെങ്കിൽ ഒരു സ്ലാബ് 110, സ്റ്റാർട്ടിങ്ങിൽ ഒരു സ്ലാബ് 110 തിക്നെസ്സിലാണ്, 110 mm തിക്നെസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റോറി ലെവൽ, ഈ നമ്മളിപ്പോ ഇമ്പോർട്ട് ചെയ്യുന്ന ഫ്ലോർ പ്ലാൻ ഏത് ഇതിലായിരിക്കണം, ഏത് സ്റ്റോറിയിലായിരിക്കണം എന്നത്. അപ്പൊ ഞാൻ GF ഗ്രൗണ്ട് ഫ്ലോറിനാണ് ബീം കോളം ലേഔട്ട് വരച്ചത്. അതാണ് ഞാൻ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഈ ടാബ്സിലേക്ക് കൊടുക്കേണ്ടത്. അപ്പൊ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അത് എവിടെയാ, പ്ലാൻ ലൊക്കേഷൻ എവിടെയാ കൊടുക്കേണ്ടത്? GF-ലാണ് വന്ന് പ്ലേസ് ചെയ്യേണ്ടത് പ്ലാൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് DX ഫയൽ യൂണിറ്റ്സ് MM-ലാണ് നമ്മൾ CAD വരച്ചത്. അപ്പൊ ഇതൊന്നും ശരിയാക്കേണ്ടതില്ല. യൂഷ്വലി നമ്മൾ ബൈ ഡിഫോൾട്ട് MM ആണ് വരയ്ക്കാറ്. ഓക്കെ, ജസ്റ്റ് ഓക്കെ കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിപ്പോ ഒരു വിൻഡോ വന്നിരിക്കുന്നത്, ഈ ഫയൽ എവിടെയാണ് സേവ് ചെയ്യുന്നത്. ഓക്കെ, തന്നെ വന്നതാണ്. അത് ഞാൻ സേവ് ആസ് കൊടുത്തിട്ടില്ല. അപ്പം ജസ്റ്റ് അത് ഓക്കെ വരും. ഓക്കെ കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു വിൻഡോ വരും. ജസ്റ്റ് ഫയൽ പ്രോജക്റ്റ് 24 ഒരു പേര് കൊടുക്കുക, ഫയലിന് ജസ്റ്റ് സേവ് കൊടുക്കുക. അത് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. അത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് വന്ന് പ്ലേസ് ആയിരിക്കുന്നത്. അപ്പം ഇതിലെ സ്റ്റോറീസ് ഓൾറെഡി ഡിഫൈൻ ചെയ്തു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം അതെങ്ങനെയാ, എഡിറ്റിലാണ് സ്റ്റോറീസ് നമ്മൾ ആഡ് ഓർ എഡിറ്റ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് സ്റ്റോറീസ് ഇതിലിപ്പം എഡിറ്റിലെ എഡിറ്റ് സ്റ്റോറീസ് ആൻഡ് ഗ്രിഡ് സിസ്റ്റംസ്. എഡിറ്റിലെ എഡിറ്റ് സ്റ്റോറീസ് ആൻഡ് ഗ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു ഫോർമാറ്റ് എടുത്തു. അതില് മോഡിഫൈ, ഇത്രയും സ്റ്റോറീസ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും വേണ്ട. അപ്പൊ ജസ്റ്റ് സെക്കൻഡ് ഫ്ലോർ അല്ലെങ്കിൽ തേർഡ് ഫ്ലോർ വരെ മതിയെങ്കിൽ മോഡിഫൈ ഷോർട്ട് സ്റ്റോറി ഡേറ്റ എടുക്കുക. അതില് ഇത്രയും ഇത് വേണ്ടെങ്കിൽ, ഇത്രയും സ്റ്റോറീസ് വേണ്ടെങ്കിൽ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് സ്റ്റോറി കൊടുക്കുക. ഡിലീറ്റ് എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ സ്റ്റോറി, എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ അറ്റ് സ്റ്റോറി, നമുക്ക് കൊടുത്തിരിക്കുന്ന സ്ട്രക്ചർ അവിടെ എക്സിസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതും കൂടെ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, ഡിലീറ്റ് സ്റ്റോറി കൊടുക്കുക അല്ലെങ്കിൽ ആഡ് സ്റ്റോറി കൊടുക്കാം. അപ്പൊ ഞാൻ സെലക്ട് ചെയ്തു, ഡിലീറ്റ് സ്റ്റോറി കൊടുത്തു, ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഫോർത്ത് ഫ്ലോർ ഉണ്ട്, സെക്കൻഡ് ഫ്ലോർ. ഫോർത്ത് ഫ്ലോർ വേണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് സ്റ്റോറി, ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുക. തേർഡ് ഫ്ലോർ വേണ്ടെങ്കിൽ അത് എടുക്കുക, ഡിലീറ്റ് എക്സിസ്റ്റിംഗ് സ്റ്റോറി. ഈ പുതിയ സ്റ്റോറി ഇപ്പൊ ആഡ് ചെയ്യണം. അപ്പൊ സപ്പോസ് അറിയാതെ നമ്മള് സോറി, ഒരു തേർഡ് ഫ്ലോർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് സ്റ്റോറി കൊടുക്കാം. കീപ് എക്സിസ്റ്റിംഗ് സ്റ്റോറി ഹൈറ്റ്, അതായത് സെക്കൻഡ് ഫ്ലോർ സ്റ്റോറി ഹൈറ്റിന്റെ റെഫർ ചെയ്തിട്ടായിരിക്കും അടുത്ത ഫ്ലോർ വരുന്നത്. ഓക്കെ, അപ്പൊ അത് ആഡ് സ്റ്റോറി സെലക്ട് ചെയ്യുക, സ്റ്റോറി ഹൈറ്റ് ഡിഫൈൻ ചെയ്യുക. എത്ര സ്റ്റോറീസ് ആണ് നമ്മൾ അഡീഷണൽ കൊടുക്കുന്നത്? ഒരെണ്ണേ ഉള്ളൂ. ഓക്കെ, ഇൻസേർഷൻ എവിടെയാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്? SF 2F-ന്റെ മേലിലാണ്, 3F എന്ന് പറഞ്ഞ പേരിലാണ് നമുക്ക് പ്ലേസ് ചെയ്യേണ്ടത്. അപ്പം അത് 2F കൊടുക്കുക. ഓക്കെ, റീപ്ലേസ് ന്യൂ സ്റ്റോറി
റെപ്ലിക്കേറ്റ് ന്യൂ സ്റ്റോറി ഫ്രം എക്സിസ്റ്റിംഗ് സ്റ്റോറി. സെയിം നമ്മളിപ്പോ ഫോർമാറ്റ് എല്ലാം സെയിം ആണെങ്കിൽ നമ്മൾ അതിനെ തന്നെ റെപ്ലിക്കേറ്റ് കോപ്പി എടുക്കുക ചെയ്യുന്നത്. ഓക്കെ ഓക്കെ കൊടുക്കാം. File, import, utility file, okay, edit stories, modify, delete story. Story, add story കൊടുക്കുക. above second floor കൊടുക്കുക. ഓക്കെ കൊടുക്കുക. സെലക്ടഡ് എൻട്രൻസ് എന്ന് പറയുന്നത് ഹൈറ്റ് വ്യത്യാസമുള്ളതായിരിക്കും. ഫസ്റ്റ് ഇതിന്റെ ഹൈറ്റ് ഒന്ന് കറക്റ്റ് ചെയ്യേണ്ടി വരും തോന്നുന്നു. ഓക്കെ, ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഹൈറ്റ് 3 മീറ്റർ കൊടുക്കുക. ഹൈറ്റ് കറക്റ്റ് ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ. എന്നിട്ട് ആഡ് ഓർ എഡിറ്റ് കൊടുക്കുക. ഫസ്റ്റ് ഫ്ലോർ 3 മീറ്റർ, സെക്കൻഡ് ഫ്ലോർ 3 മീറ്റർ, ഇവിടെ ഇത് ഒരു സിംഗിൾ സ്റ്റോറി ഹൈറ്റ് ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാല് ഫ്രം ദ ബേസ് മുതലുള്ള ഹൈറ്റ് ആണ്. 16 മീറ്റർ വരെ ഹൈറ്റ് ഉള്ള ബിൽഡിംഗ് എന്നുള്ള രീതിയിൽ അതിന്റെ എൻ്റെ ബിൽഡിംഗ് ഹൈറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ മാസ്റ്റർ സ്റ്റോറി വെക്കാം. അതായത് ഇപ്പം ഗ്രൗണ്ട് ഫ്ലോറിന്റെ കോപ്പി ആയിട്ടാണ് ഫസ്റ്റ് ഫ്ലോറിംഗ് വേണമെങ്കിൽ ഇത് ഗ്രൗണ്ട് ഫ്ലോറിനെ നമ്മൾ മാസ്റ്റർ സ്റ്റോറി യെസ് കൊടുക്കാം. അല്ല വേറെ വേറെയാണ് വ്യത്യാസം ഉണ്ടെങ്കിൽ അത് നമ്മൾ അതിനനുസരിച്ച് നമുക്ക് ഇവിടെ നോ കൊടുക്കുക ചെയ്യുന്നത്. സിമിലർ ടു ഇപ്പൊ ഗ്രൗണ്ട് ഫ്ലോർ, ഇതിപ്പം മാസ്റ്റർ സ്റ്റോറി ആയിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോർ. സിമിലർ ടു ഗ്രൗണ്ട് ഇപ്പം ഫസ്റ്റ് ഫ്ലോർ മാസ്റ്റർ സ്റ്റോറി ആയതുകൊണ്ട് ഇപ്പൊ അല്ലെങ്കിൽ ഞാനിപ്പോ സെക്കൻഡ് ഫ്ലോറിനെ മാസ്റ്റർ സ്റ്റോറി ആക്കിയിട്ടുണ്ട്. ഇപ്പം സെക്കൻഡ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോറും നമുക്ക് ഇനി എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് സിമിലർ എന്ന് വെച്ചാൽ വേറെ വേറെ ഫ്ലോർ പ്ലാൻ ആണെങ്കിൽ നമുക്ക് അതിനെ മാസ്റ്റർ സ്റ്റോറി ആക്കി വെക്കാം, ഒത്തിരി വ്യത്യാസം ഉണ്ടെങ്കിൽ. ഓക്കെ, എന്നിട്ട് അത് നമുക്ക് മോഡലിംഗിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇത് വന്നിരിക്കുന്നത്. സിമിലർ ടു ഇപ്പം ഫസ്റ്റ് ഫ്ലോർ എങ്ങനെ വേണം, ഗ്രൗണ്ട് ഫ്ലോർ പോലെ വേണം, സെക്കൻഡ് ഫ്ലോർ പോലെ വേണം നോക്കാം. അപ്പം ഫസ്റ്റ് ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോർ പോലെ ഉള്ള ഒരു കോപ്പി എടുത്താൽ മതിയെങ്കിൽ അങ്ങനെ അത് സെലക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമുക്ക് ഇവിടെ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് നമുക്ക് അതിനെ മാസ്റ്റർ സ്റ്റോറി ആക്കിയതിനു ശേഷം അതിനെ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഓക്കെ, അത് ഇവിടെ നൺ കൊടുക്കണം. അതായത് ഡിലീറ്റ് സ്റ്റോറി, അതായത് സെലക്ട് ചെയ്യാം. എനിക്ക് തേർഡ് ഫ്ലോർ വേണമെങ്കിൽ 3F എന്ന് പറഞ്ഞൊരു ഒരു
തേർഡ് ഫ്ലോർ എന്നുള്ളൊരു ഇത് വേണമെങ്കിൽ സെലക്ട് ചെയ്യുക. എന്തിന്റെ മേലിലാണോ നമുക്ക് പുതിയൊരു ഫ്ലോർ ആഡ് ചെയ്യേണ്ടത് അതിനെ സെലക്ട് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് സ്റ്റോറി കൊടുക്കുക, കീപ് എക്സിസ്റ്റിംഗ് സ്റ്റോറി ഹൈറ്റ് കൊടുക്കുക. സ്റ്റോറി ഹൈറ്റ്, പുതിയ സ്റ്റോറി ഹൈറ്റിന്റെ സ്റ്റോറിയുടെ ഹൈറ്റ് നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്യാം. 3 മീറ്റർ അല്ലെങ്കിൽ 2.5 മീറ്റർ ഇവിടെ നമുക്കത് വ്യത്യാസം വരുത്താം. പിന്നെ ഇൻസേർഷൻ അബവ് ഫസ്റ്റ് ഫ്ലോർ, സോറി അബവ് സെക്കൻഡ് ഫ്ലോർ ആണ് വേണ്ടത്. ഇത് ജസ്റ്റ് റെപ്ലിക്കേറ്റ് ന്യൂ സ്റ്റോറി. ഇതിപ്പം ഇവിടെ കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഇവിടെയാണ് ഫ്രം എക്സിസ്റ്റിംഗ്, അല്ലെങ്കിൽ ഈ ഓപ്ഷൻ കൊടുക്കുക അല്ലെങ്കിൽ ഈ ഓപ്ഷൻ കൊടുക്കുക. എനിക്ക് ഇത് ഓൾറെഡി നമുക്ക് കൊടുത്തതുകൊണ്ട് നമുക്ക് ഇത് വേണ്ട. അത് നേരത്തെ പ്രോഗ്രാം ടെർമിനേറ്റ് ആയി പോയത്. ഇപ്പൊ നൺ കൊടുക്കുക. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ഈ ഒരു ഫോർമാറ്റ്, ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇതിൽ തന്നെയാണ് പോകുന്നത്. ജസ്റ്റ് ഓക്കെ കൊടുക്കുക, സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ 2Fന്റെ മേലെ സ്റ്റോറി 1 എന്നുള്ള പേര് വന്നു. നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇതിന്റെ പേരിന്റെ മേലെ സെലക്ട് ചെയ്യുമ്പോൾ അതിനെ റീനെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. റീനെയിം ചെയ്യാൻ പറ്റും. അപ്പം 3F എന്ന് പറഞ്ഞൊരു പേര് കൊടുക്കുക. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് അതിന്റെ ഹൈറ്റും വ്യത്യാസം ഒരു 3.1 അല്ലെങ്കിൽ 2.8 അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. സിമിലർ ആണെങ്കിൽ അങ്ങനെ 3 മീറ്റർ തന്നെ ഫോളോ ചെയ്യാനായിരിക്കും എളുപ്പം. സ്റ്റോക്ക് കൊടുക്കുക, അത് ക്രിയേറ്റ് ആയി, തേർഡ് ഫ്ലോർ വരെ ക്രിയേറ്റ് ആയി. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഇപ്പൊ നമ്മുടെ സ്റ്റോറീസ് ആണ് നമ്മളിപ്പം ഇന്ന് ക്രിയേറ്റിംഗ് സ്റ്റോറീസ് ആണ് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ ടാബ്സിന്റെ കൂടുതൽ ടൂൾസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് ടൂൾസ് എല്ലാം അറിഞ്ഞിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഫസ്റ്റ് മോഡൽ ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ ഓരോന്നോരോന്നും നമുക്ക് എവിടെ നിന്നാണ് എടുക്കേണ്ടതെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഈ ടാബ്സ് ഒന്ന് ഇതിൽ കുറച്ച് പേർക്ക് ഈ ടാബ്സ് അറിയാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ ടാബ്സിന്റെ ടൂൾസ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ബേസിക് ടൂൾസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റോറീസ്, പ്രോപ്പർട്ടീസും, മെറ്റീരിയൽ പ്രോപ്പർട്ടി, സെക്ഷൻ പ്രോപ്പർട്ടി എല്ലാം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, മോഡിഫൈ ചെയ്യുന്നതൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യും. ടൈം 9:07 ആയി. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് ഏതെങ്കിലും പോർഷൻ ഡൗട്ട് ആയിട്ടുണ്ടോ?